സ്ഥലം മാറിയതുകൊണ്ടാണെന്ന് തോന്നുന്നു എസിൽ ഇന്നലെ ഉറങ്ങാൻ കുറേ ലേറ്റായി. അതുകൊണ്ട് തന്നെ ആളിപ്പോഴൊന്നും എണീക്കുന്ന ലക്ഷണം കാണുന്നില്ല. ഞങ്ങൾ ഈ റൂം ബുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഫോട്ടോസിലൊക്കെ ഈ റൂം കണ്ടപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂസൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളിവിടെ ലാസ്റ്റ് ടൈം ബുക്കിംഗ് ആയതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് റൂം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള വ്യൂസിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അങ്ങനെ മോൾ എണീറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴെ വന്നതാണ്. അവൾ ആദ്യമായിട്ടാണ് ആലു പൊറോട്ട കഴിക്കണത്. അതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി. പിന്നാലെ നടന്ന് പിന്നെ എങ്ങനെയൊക്കെയോ ആണ് ഫുഡ് കൊടുത്തത്. ഒരു പൂക്കാലം കൺകളിലാടുന്നു, രാവേതോ വെണ്ണതിയാവുന്നു, കിനാവുകൾ തുഴഞ്ഞു നാം ദൂരെ ദൂരെയോ, നിലാവിതൾ നനഞ്ഞൊരാ കൂടു തേടിയോ. അങ്ങനെ ഞങ്ങൾ വെരി മിനിമൽ ഗെറ്റ് റെഡി വിത്ത് അസ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. കാര്യമായിട്ട് എവിടെയും പോകാനൊന്നുമല്ല, കുറച്ച് നേരം കൂടെ ഇവിടുത്തെ കുന്നും മലയും തേയിലത്തോട്ടമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പറയുവാനിതാദ്യമായി വരികൾ മായേ, മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ, ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും, പതിയെ ഞാൻ തൊടുന്നതും അവളോ മായും, തീരാതെ ഉള്ളിലെ നീളമഞ്ഞിൻ ചൂട്, നൂറാണ് നിന്റെ ചിറകിന ചേലെഴും തൂവല്, നീയും ഞാനും പണ്ടേ പണ്ടേ പൂവും വണ്ടും, തെൻകണങ്ങൾ തിളങ്ങും നേരം പിന്നെയും. പണ്ടേ പണ്ടേ പൂവും വണ്ടും, തെൻകണങ്ങൾ തിളങ്ങും നേരം പിന്നെയും.